SKN നിലവിൽ ഇതിന്റെ വലതുഭാഗത്തും അതുപോലെ തന്നെ ഇടതുഭാഗത്തും ഈ കെട്ടിടത്തിന്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും തീ ഏകദേശം നിയന്ത്രണ വിധേയമാണ്. കാരണം പുറത്തേക്ക് തീ പൂർണ്ണമായിട്ടും വരുന്നത് അവസാനിച്ചിരിക്കുന്നു. അവിടെ ഇത്തരത്തിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇടപെട്ട് ആ തീ അണച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വലതുഭാഗത്തും ഇടതുഭാഗത്തും സമാനമായ രീതിയിൽ തീ അണച്ചിട്ടുണ്ട്. എന്നാൽ മധ്യഭാഗത്ത് ഇപ്പോഴും തീ ആളിപ്പടരുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നേരത്തെയും സമാനമായ സാഹചര്യം തന്നെയായിരുന്നു. കാരണം ഈ രണ്ട് ഭാഗങ്ങളിലും തീ കെടുത്തുന്ന സമയത്ത് മധ്യഭാഗത്തു നിന്ന് വീണ്ടും തീ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ആ സ്ഥിതിവിശേഷം തന്നെയാണ് നിലവിൽ ഉള്ളത് എന്നുള്ളതാണ്. പക്ഷേ ആശ്വാസം എന്ന് പറയട്ടെ, നിലവിൽ പുറത്തേക്ക് തീ പടരുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ വലിയ രീതിയിൽ തീ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ തീ പുറത്തേക്ക് വരുന്നില്ല, മറിച്ച് തീ ഈ കെട്ടിടത്തിനകത്ത് തന്നെ വലിയ രീതിയിൽ കത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. ഇപ്പോൾ നമ്മൾ നേരത്തെ മെഡിക്കൽ ഷോപ്പ് ഭാഗത്തൊക്കെ തീ അണച്ചതായിരുന്നു. ഇപ്പോൾ വീണ്ടും ആ ഭാഗങ്ങളിൽ വീണ്ടും തീ കത്തി തുടങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്നും, അതായത് വളരെ അടുത്താണ് ഞാൻ നിൽക്കുന്നത്, ഈ കെട്ടിടത്തിന്റെ വളരെ അടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത് വീണ്ടും ആ ഭാഗങ്ങളിൽ വീണ്ടും കത്തി തുടങ്ങിയിരിക്കുന്നു. നമുക്ക് ഈ നേരെ എതിർ കെട്ടിടത്തിൽ നിൽക്കുന്ന രാഹുൽ സുരേഷിന്റെ വീക്ഷണത്തിൽ അതെന്താണെന്ന് നമുക്ക് ചോദിക്കാം. രാഹുൽ, മധ്യഭാഗത്ത് തീ ഇപ്പോൾ വല്ലാതെ പടരുന്നു എന്നാണല്ലോ രാഹുൽ സുരേഷ് റിപ്പോർട്ട് ചെയ്ത്. ഈ ഓപ്പോസിറ്റ് കെട്ടിടത്തിൽ നിൽക്കുമ്പോൾ നമുക്കിത് കുറച്ചുകൂടി വ്യക്തമായി കാണാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? SKN ഒരു 3 മിനിറ്റ് മുമ്പ് ഞാനിവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞത് ഇടതുഭാഗത്തും വലതുഭാഗത്തും അതോടൊപ്പം തന്നെ മധ്യഭാഗത്തും തീ കത്തുന്നില്ല, അകത്ത് നേരിയ രീതിയിലുള്ള തീ മാത്രമാണ് ഉള്ളതെന്നാണ്. പക്ഷേ ഈ നിമിഷം ഇവിടെ നിന്നും പറയാനുള്ളത് മധ്യഭാഗത്ത് വലിയ രീതിയിൽ തീ ആളിക്കത്തുകയാണ്, അകത്ത് വലിയ രീതിയിൽ തീ കത്തുന്നുണ്ട്. അത് ഒരുപക്ഷെ ഈ നിമിഷം തന്നെ പുറത്തേക്ക് കൂടി എത്താനുള്ള സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, രാജേഷ് വെള്ളരിക്കുണ്ടിൻ്റെ ദൃശ്യങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് ആ തീ പുറത്തേക്ക് വരാനുള്ള സാധ്യത കൂടിയാണ്. അത് മധ്യഭാഗത്ത് നിന്നുമാണ് പുറത്തേക്ക് ആളിക്കത്താൻ ഒരുങ്ങുന്നത്. അങ്ങനെ ഓരോ നിമിഷവും മാറി മറിയുന്നതാണ് ഇവിടുത്തെ ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. മുമ്പ് മെഡിക്കൽ ഷോപ്പിന് മുകളിലെ തീ പൂർണ്ണമായും അണച്ചതായിരുന്നു. ഇപ്പോൾ ഒരു ഫ്ലൂയിഡിന് തീ പിടിച്ച രീതിയിലാണ് ഇപ്പോൾ തീ കത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഗ്യാസ് സിലിണ്ടറിനൊക്കെ തീ പിടിക്കുമ്പോൾ തീ കെട്ടും, അങ്ങനെ ആ രീതിയിൽ തീ വരുന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള ഒരു തീയാണ് ഇപ്പോൾ ഈ മെഡിക്കൽ സ്റ്റോറിന് മുകളിൽ നിന്നും ഉണ്ടാകുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് അല്പസമയം മുമ്പ് AC പൊട്ടിത്തെറിച്ചതും ഇതേ ഭാഗത്ത് തന്നെയായിരുന്നു. ദീപക് തരമുടം റിപ്പോർട്ട് ചെയ്യുന്നത് ഈ തീ വലതു ഭാഗത്തേക്ക് പടരുന്നു എന്നാണ്. ദീപക്, ഞാൻ പറയുന്നത് കേൾക്കാൻ കഴിയുന്നെങ്കിൽ എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന ലേറ്റസ്റ്റ് വിവരം? എന്താണ്? തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമത്തിന് പിന്നെയും വെല്ലുവിളികളായോ? SKN ഇതാ നമുക്ക് കാണാം, ഇതാ ദൃശ്യങ്ങളിൽ നോക്കുക, മധ്യഭാഗത്ത് നിന്നും വലതുഭാഗത്തേക്ക് തീ പടരുകയാണ്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന തീ മധ്യഭാഗത്ത് മാത്രമായിരുന്നു. നേരത്തെ സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞതുപോലെ അത് കണ്ടെയ്ൻ ചെയ്തിരിക്കുകയായിരുന്നു, കണ്ടെയ്ൻ ചെയ്ത് വെച്ച് പടരുന്നത് തടയുകയായിരുന്നു. പക്ഷേ എന്നാൽ ഇപ്പോൾ വലതുഭാഗത്തേക്ക് തീ പടരുന്നു. അതിൻ്റെ തീയും അതുപോലെ പുറത്തേക്ക് വരുന്ന പുകയും നമുക്ക് കാണാം. അതായത് 5 നില കെട്ടിടത്തിൻ്റെ ഭാഗത്തേക്ക് തീ പടരുന്നു. ഇതാ ഉള്ളിൽ നിന്നും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇതാ തീ ആളിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാഴ്ച. അതായത് ഈ കെട്ടിടത്തിന് ഉള്ളിൽ പുറത്തേക്ക് തീ അധികമില്ലെങ്കിലും അകത്ത് തീ ഇപ്പോഴും ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്.